10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഉച്ചയ്ക്കുള്ള ഇൻസുലിൻ അവൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഡയബറ്റീസ് അവൾക്കുണ്ട് എന്ന് ആർക്കും അറിയില്ല, കൂട്ടുകാർക്കൊന്നും അറിയില്ല. അധ്യാപകർക്കിടയിൽ ഒരാളുടെ അടുത്ത് മാത്രമേ ഞങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അമ്മ അങ്ങനെ വച്ചിരിക്കുന്നത്? രഹസ്യമായിട്ട് വയ്ക്കാൻ പാടില്ല, അത് പരസ്യമാക്കേണ്ട ഒരു കാര്യമാണ്. അത് മകളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അറിയാം ഡോക്ടർ, പക്ഷേ എൻ്റെ മകൾക്കത് ഇഷ്ടമല്ല. അവൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് മറ്റുള്ളവരോട് പറയുന്നത് ഭയങ്കര മോശമാണ്, അവൾക്ക് ദുഃഖമാണത്. അവൾ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവളോട് ഭയങ്കര സിമ്പതി ആയിരിക്കും എന്നാണ്. അതവൾക്ക് സഹിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഡയബറ്റീസ് അവൾ വളരെ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. ഇതുപോലെ പ്രമേഹം രഹസ്യമാക്കി സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിവാഹിതരെ എനിക്കറിയാം, ഭർത്താവിനോട് പറയാത്ത ഭാര്യയെ ഞങ്ങൾക്കറിയാം, ഭാര്യയെ അറിയിക്കാത്ത ഭർത്താവിനെ ഞങ്ങൾക്കറിയാം. പ്രമേഹം അങ്ങനെ രഹസ്യമാക്കി സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു രോഗമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, നമ്മൾ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന ഇൻസുലിൻസ്, ഇതെല്ലാം നമ്മളുടെ ഭക്ഷണ രീതികളെ ആശ്രയിച്ച് മാറ്റി ആരോഗ്യമുള്ള ഒരു ഭക്ഷണ രീതിയാണ് നമുക്ക് ആവശ്യം. ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അത് പരസ്യമായിട്ട് പറയുകയാണ് വേണ്ടത്. എനിക്കറിയാം, പ്രമേഹം പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും കൊച്ചു കൊച്ചു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ, ഒരു വിത്തൗട്ട് ചായ അല്ലെങ്കിൽ മധുരമില്ലാതെ ഈ ഭക്ഷണം എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉറക്കെയാണ് വിളിച്ച് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഒരു വിത്തൗട്ട് ചായ എന്ന് ഉറക്കെ വിളിച്ച് പറയും. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നോക്കും, ഓ, ഈ പ്രമേഹ രോഗിയായ ഹതഭാഗ്യവാൻ ആരാണ്? വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പ്രമേഹ രോഗികളായിരിക്കാം. പലരും പ്രമേഹ രോഗമുണ്ട് എന്ന് പറയുവാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കയിലെ വിളിച്ച് പറയുന്നത് വിത്തൗട്ട് ചായ എന്ന്. അതുകൊണ്ട് ചിലപ്പോൾ പറയാതിരിക്കുന്നതാണ്. പക്ഷെ പ്രമേഹ രോഗികൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രമേഹം ഉണ്ട് എന്ന് നമ്മൾ തുറന്നു പറയുന്നതിലൂടെ രോഗികൾക്ക് ഒരു നഷ്ടവുമില്ല, മറിച്ച് ഒരുപാട് ലാഭമാണുള്ളത്. ഭാവിയിൽ വന്നെത്തുവാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കും. പെട്ടെന്ന് മധുരമുള്ള ആഹാരം കഴിക്കുന്നതിലൂടെ ഷുഗർ ഒരുപാട് കൂടുന്നത് നിയന്ത്രിക്കുവാനും ഒഴിവാക്കുവാനും സാധിക്കും. പ്രമേഹം വരാതിരിക്കുവാൻ ശ്രമിക്കുന്ന, പ്രതിരോധിക്കുവാൻ ആഗ്രഹിക്കുന്ന രോഗികളല്ലാത്തവർക്ക് എന്തുമാത്രം പ്രയോജനമാണ്. ഇതുപോലൊരു ചികിത്സിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗത്തെ അവർക്ക് പരിപൂർണമായിട്ട് തന്നെ ഒഴിവാക്കുവാൻ ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെയും വ്യായാമത്തിലൂടെയും സാധിക്കും. ഇത് രഹസ്യമാക്കി വയ്ക്കുകയാണ് എങ്കിൽ അത് സാധിക്കുകയുമില്ല. പ്രമേഹം ഉണ്ട് എന്നും അതുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണം പാടില്ല, ഈ ഭക്ഷണമേ പാടുള്ളൂ എന്ന് ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ഏത് പ്രായമാണെങ്കിലും തുറന്ന് പറയുക. ഡയബറ്റിസ് ഷുഡ് നെവർ ബി കെപ്റ്റ് ആസ് എ സീക്രറ്റ്. സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിലാണെങ്കിലും ഏത് പ്രായത്തിലാണ് ഡയബറ്റീസ് ഉള്ളതെങ്കിലും അത് തുറന്ന് പറയുക. അങ്ങനെ പറയുന്നതിലൂടെ പ്രമേഹം ചികിത്സിക്കുന്ന എന്നെപ്പോലെയുള്ള ഡോക്ടർമാർക്കും പ്രമേഹം ചികിത്സിക്കുന്ന ടീം അംഗങ്ങൾക്കും എന്തുമാത്രം സന്തോഷമായിരിക്കുമെന്നറിയോ? അങ്ങനെയുള്ള രോഗികൾക്ക് മാത്രമേ സൗഭാഗ്യത്തോടുകൂടി പ്രമേഹം ചികിത്സിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പ്രമേഹ രോഗ ചികിത്സ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഏറ്റക്കുറച്ചിലുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഫലം തീർച്ചയായിട്ടും ആപത്ത് തന്നെയായിരിക്കും. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കുക. പ്രമേഹം പ്രതിരോധിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രമേഹം ഇല്ലാത്തവരും ശ്രദ്ധിക്കുക. ആരോഗ്യമുള്ളൊരു ഭക്ഷണ രീതി, മധുരം കുറച്ചുകൊണ്ട്, കൊഴുപ്പ് കുറച്ചുകൊണ്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് എവിടെ പോയാലും തുറന്ന് പറയുക. വീടുകൾ സന്ദർശിക്കുകയാണ് എങ്കിലും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് തുറന്ന് പറയുക. പ്രമേഹം രഹസ്യമാക്കി വയ്ക്കരുത് എന്നത് മാത്രമാണ് ഈ മാസത്തെ ജെംസിലൂടെ ഞങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ജ്യോതിദേവ്സ് ഡയബറ്റിസ്
ടീം അംഗങ്ങളിൽ നിന്നും ഒന്നുകൂടി ഏവർക്കും നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത മാസം വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.